കായംകുളം നഗരസഭയിലേക്ക് LDF മാർച്ചും ധർണയും നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുമാണ് മാർച്ചും ധർണയും നടത്തിയത്. UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു കൊണ്ടുവന്ന LDF കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയ കായംകുളം നഗരസഭയുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാൽ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ LDF കായംകുളം ടൗൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുനിസിപ്പൽ മാർച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ജനാധിപത്യ വിരുദ്ധ നിലപാടും അവസാനിപ്പിക്കുക, സ്വജനപക്ഷപാതം, LDF കൗൺസിലർമാർക്കെതിരെയുള്ള കള്ളക്കേസെടുക്കൽ എന്നിവ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ ശൂചിയാവസ്ഥ പരിഹരിക്കുക, നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിൽ LDF ഉന്നയിച്ചു. മാർച്ചിന് ശേഷം നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഗവൺമെന്റ് വന്ന് 2.5 മാസക്കാലമായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി, പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ഗഡു പോലും തരാത്ത സ്ഥിതി, മറ്റ് പദ്ധതി വിഹിതം പോലും അനുവദിക്കപ്പെടാത്ത സ്ഥിതി. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് UDFന്റെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള ജനപ്രതികൾ പോലും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ UDFനെ കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഫലപ്രദമായി ക്രിയാത്മകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയ സമീപനമാണ് സ്വീകരിച്ചത്. പദ്ധതി വിഹിതം കൃത്യസമയത്ത് കൊടുക്കുക മാത്രമല്ല, ജനറൽ പർപ്പസ് ഗ്രാന്റ് കൊടുക്കുക മാത്രമല്ല, മെയിൻ്റെനൻസ് ഗ്രാന്റ് കൊടുക്കുക മാത്രമല്ല, സ്പിൽ ഓവർ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ലൈഫിന്റെയും PMAY പദ്ധതിയുടെയും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ പദ്ധതിയെല്ലാം തന്നെ ഫലപ്രദമായി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്ന സമീപനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു. LDF കൺവീനർ അഡ്വക്കേറ്റ് A ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, അഡ്വക്കേറ്റ് AS സുനിൽ, SK ശുനാഥ, P അരവിന്ദാക്ഷൻ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, അഡ്വക്കേറ്റ് A ഷിജി, സലീം ഉരുക്കുമോട, മിനി സലീം, A നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.